കാല് പോയി. പ്രസ് ചെയ്യും. ഓക്കെ, ആക്സിലേറ്റർ വേണ്ട. അപ്പോൾ വലത്തോട്ടൊന്ന് ചരിച്ചാൽ മതി ആ കാല്. ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോയിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോഴും എടുത്തോണ്ടാ പോയ കാല്. ബ്രേക്ക് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യൊന്നും ചുമ്മാ. ഓക്കെ, ഇനി മുഖം എക്സ്പ്രഷൻ ഒന്നും മാറരുത്, കുനിഞ്ഞു നോക്കരുത്, അങ്ങോട്ട് നോക്കും. ആക്സിലേറ്ററിലേക്ക് വെറുതെ കുനിഞ്ഞു നോക്കാതെ ആക്സിലേറ്ററിൽ അത്രേ ഉള്ളൂ. ബ്രേക്കിലേക്ക് പോവാ. പ്രസ് ചെയ്യും. കാല് നേരെ ബ്രേക്കിൽ വെച്ച് അങ്ങനെയാണ് ഇരിക്കേണ്ടത്. ആക്സിലേറ്ററിൽ കാല് കൊണ്ടുപോകണ്ട, തുമ്പ് ചെന്നാൽ മതി, ഒരു വിരൽ അവിടെ എത്തിയാൽ മതി. ആക്സിലേറ്ററിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കാൻ, ഇപ്പോഴും പൊക്കി കൊണ്ടുപോയി. ബ്രേക്ക് പ്രസ് ചെയ്യും. ഇനി ആക്സിലേറ്ററിലേക്ക് ഒന്ന് കൊണ്ടുപോയിക്കുക, അത്രേ ഉള്ളൂ. ബ്രേക്കിൽ പോവാം. കണ്ടാ, പ്രസ് ചെയ്യും ബ്രേക്ക്. ആക്സിലേറ്ററിലേക്ക് വന്നേ, അത്രേ ഉള്ളൂ. ബ്രേക്കിൽ പോവാം. ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോയിക്കുക, ബ്രേക്കിൽ പോവാം. പ്രസ് ചെയ്യും ബ്രേക്ക്. ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോയിക്കുക, കൊടുത്ത ആക്സിലേറ്റർ ഒന്ന്, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ബ്രേക്കിൽ പോവാം. പ്രസ് ചെയ്യും. കിട്ടിയ ഉറപ്പല്ലേ? നല്ലപോലെ അമർത്തണ്ട. അത് നമ്മുടെ ആവശ്യമാണ്. അത് വണ്ടി നീങ്ങുമ്പോഴാണ്. ഇനി വേണോ വേഗത വേണമെങ്കിൽ അതിനെ കുറെ കൂടെ ലൈറ്റ് ആയിട്ട് ഒറ്റയടിക്ക് ചവിട്ടി താഴ്ത്തരുത്. കുറേശ്ശെ കൊടുത്തോണ്ടിരിക്കണം. നമ്മുടെ ആവശ്യത്തിനാ, വേണമെങ്കിൽ മാത്രം. വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഓടിപ്പോകുമ്പോ സ്പീഡ് കുറയ്ക്കണം. അത് ആക്സിലറേറ്ററിൽ തന്നെയാണ്. അല്ല, ബ്രേക്കിൽ വണ്ടിയെ നിയന്ത്രിക്കേണ്ടി വന്നാൽ ബ്രേക്കിൽ കൊണ്ടുവരണം വണ്ടിയെ. താക്കി നേരെ ഓടി പോവാന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് ആക്സിലേറ്റർ ഉപയോഗിക്കേണ്ടത്. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്കേ കാല് വരണം. അത് ഫുള്ളായിട്ടല്ല എന്നുണ്ടെങ്കിലും പതുക്കെ. നമ്മുടെ സാഹചര്യമാണത്. എന്താണോ ആവശ്യം അതിനനുസരിച്ചാണ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടത്. നിർത്താനാണെങ്കിൽ പ്രസ് ചെയ്ത് നിൽക്കുന്നത് വരെ പ്രസ് ചെയ്യണം. അപ്പൊ നിർത്താനല്ല, പതുക്കെ അതിൽ പ്രസ് ചെയ്യുമ്പോൾ വണ്ടി വേഗത കുറയുന്നുണ്ടെങ്കിൽ അത് മതി. സാഹചര്യമാണ് അത്. അതൊരിക്കലും നമുക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല. ഒന്നുമില്ല. താക്കി മുന്നിൽ ഓടിപ്പോകാം എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്ത് പോകാൻ വണ്ടിയിൽ. താക്കി തടസ്സം വരുന്നുണ്ടോ, കാല് ബ്രേക്കിൽ വരണം, വണ്ടിയെ നിയന്ത്രിക്കണം. കിട്ടുന്നുണ്ടോ? ബ്രേക്ക് പ്രസ് ചെയ്യും. സീറ്റ് ബെൽറ്റ് ഇട്ടു. പേടിച്ചിരിക്കുക അല്ലേ? ഇച്ചിരി അല്ല, കുറച്ച് പേടിച്ചിരിക്കുക. ഈ വണ്ടി മുന്നോട്ട് പോണ എന്ത് ചെയ്യണം? പറ. സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ സ്റ്റാർട്ടാണ്. എന്നിട്ട് ഡ്രൈവിൽ ഇടണം. ഇതിന്റെ ഇൻഡിക്കേറ്റർ എങ്ങനെയാ? അതൊന്ന് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്താ റൈറ്റ് ഇൻഡിക്കേറ്റർ വന്നിട്ട് ഓഫ് ചെയ്തേ. ഓക്കെ ആണോ? ഇനി പോണെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ആദ്യം ഡ്രൈവിൽ ഇടണം. ആദ്യം ബ്രേക്ക് പ്രസ് ചെയ്യണം. ഉണ്ടാ, എന്നിട്ട് വേണം ഈ ഗിയർ ഉപയോഗിക്കാൻ. ഇത് ഡ്രൈവിലേക്ക് ഒന്ന് ആക്കിക്കാം. പ്രസ് ചെയ്തിട്ട് ഇതിൽ പ്രസ് ചെയ്തൊരു ബട്ടൺ ഉണ്ടല്ലോ, പ്രസ് ചെയ്തിട്ടില്ല ഇവിടെ. ഇതില് ബ്രേക്ക് പ്രസ് ചെയ്യാം ആദ്യം. ഇനി ഇത് പ്രസ് ചെയ്യും. കണ്ടാ, അല്ലെങ്കിൽ വണ്ടി ഓടിപ്പോവും മുന്നിലേക്ക്. ഇനി ബ്രേക്ക് ഒന്നും വിടരുത്, പ്രസ് ചെയ്ത് പിടിച്ചോണം. ഓക്കെ അല്ലേ? ഇനി ബ്രേക്ക് ഒന്ന് കാലെടുത്താൽ വണ്ടി നീങ്ങും. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. പൊക്കിയിട്ട് പ്രസ് ചെയ്തോണ്ട് താഴേക്ക് ഉയർത്താദ്യം, എന്നിട്ട് പ്രസ് ചെയ്യും. ഇത് കൈവിട്. ഉയർത്തണം, പ്രസ് ചെയ്യണം, താഴ്ത്തണം. ഒന്ന് ഓഫ് ചെയ്തേ. കണ്ടാ, ഓണാക്കാൻ വെറുതെ പൊക്കിയാൽ മതി. ഹാൻഡ് ബ്രേക്ക് ഓൺ ആകുമ്പോൾ ഈ റെഡ് ലൈറ്റ് അവിടെ തെളിയും. ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ് എന്നറിയിക്കാൻ. ഓഫ് ചെയ്തേ ഒന്ന്. കണ്ടാ? ഓക്കെ അല്ലേ? പോവാം നമുക്ക്. ബ്രേക്ക് ഒന്ന് കാലെടുക്കരുത്, മുന്നിൽ നോക്കിക്കാം. ഈ വണ്ടി എങ്ങോട്ടാ മാറ്റേണ്ടതെന്ന് പറ. വലത്തോട്ട്. പുറകിൽ നിന്ന് വല്ലവരും വരുന്നുണ്ടോ നോക്ക്. കാണാവാ? എന്ത് വരുന്നത്? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്ക്. നീങ്ങണ്ട, ആ ബസ് വന്ന് പോട്ടെ. ഇത്ര നേരം തിരക്കില്ലായിരുന്നു. ഈ റോഡിൽ ഇപ്പൊ തിരക്കായി മുഴുവൻ. അറിയാം അതൊക്കെ. നോക്കിയാ നമ്മുടെ മുന്നിൽ തടസ്സമായിട്ട് എന്താ ഉള്ളത്? അപ്പൊ മുന്നിലേക്ക് പോകുമ്പോ എന്ത് ചെയ്യണം നമ്മള്? അതറിയാലോ. തിരിക്കാനും നേരെയാക്കാനും സമയം വേണം. അപ്പൊ വണ്ടിക്ക് വേഗത വരാൻ പാടില്ല. ബ്രേക്കിൽ തന്നെ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ടത്. പോവാം നമുക്ക്. പതുക്കെ നീങ്ങട്ടെ. ഈ പോസ്റ്റിനെ ഒഴിവാക്കി ചെല്ല്. ഈ പോസ്റ്റിനെ ഒഴിവാക്കി കൊണ്ടുപോകും. അതൊക്കെ എത്ര ബ്രേക്ക് ലൂസ് ചെയ്യുന്ന അനുസരിച്ച് ഇത് നീങ്ങത്തുള്ളൂ, പേടിക്കണ്ട. പതുക്കെ തിരിച്ച് മാറി കൊടുക്കുക. പോസ്റ്റിന് എടുക്കുന്നു. തിരിഞ്ഞിട്ടില്ല. ഇങ്ങനെ മാറുന്നതായിട്ട് തോന്നട്ടെ.
മാറുന്നുണ്ടാ? അപ്പൊ പതുക്കെ പതുക്കെ നീങ്ങട്ടെ. ഇനി തിരിക്കേണ്ട ആവശ്യമുണ്ടാ? ഇനി ഇത് തിരിഞ്ഞ് മാറുന്നുണ്ടല്ലോ. ഇനി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? വേണ്ട, അത് ബ്രേക്ക് ലൂസ് ചെയ്താലല്ലേ നീങ്ങുള്ളൂ വണ്ടി. കണ്ടാ, നേരെയാക്കി ആക്സിലേറ്റർ എപ്പോഴായിട്ടാ വേണ്ട? വണ്ടി ഓടിപ്പോകാമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് ആക്സിലേറ്റർ കൊടുക്കുക. മുഖമൊന്നും മാറരുത്. ആക്സിലേറ്റർ വേണ്ട, കാല് ബ്രേക്കിൽ തന്നെ. ശ്വാസം എടുക്കുക, മുറുകിയൊന്നും പിടിക്കണ്ട, ഫ്രീ ആയിട്ടിരിക്കും. ദീവാരിലൊക്കെ പുറത്ത് പോയി ഫ്രീ ആയിട്ടിരിക്കും. മുറുക്കി പിടിക്കരുത് സ്റ്റിയറിംഗിൽ, വെറുതെ വയ്ക്കും. ഇപ്പൊ നോക്കിയാൽ വണ്ടി എങ്ങോട്ടാ പോണേ, അതിനനുസരിച്ച് നിയന്ത്രിക്കുക മാത്രം ചെയ്യും. ഓക്കെ ആണോ? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ആക്സിലേറ്ററിന് വേണ്ടിയാ ഇരിക്കുന്നത്. ഇരിക്കല്ലത് ഇവിടെ ഒന്ന് ഒതുക്കി നിർത്തണം ആ മതിലിന്റെ അവിടെ. അപ്പൊ എന്ത് ചെയ്യണം? വണ്ടി പതുക്കെ സൈഡിലേക്ക് കൊണ്ടുപോവാ. സൈഡിലേക്ക് പോവാ. അങ്ങനെ വരട്ടെ. ബ്രേക്കിൽ തന്നെ കാല് വെച്ചോണേ. എന്നിട്ട് മതിലിൽ ഇടിക്കാതെ നേരെയാക്കി എടുക്കും. നേരെയാക്കി എടുക്കും. ഇപ്പൊ മതിലയിലേക്കല്ലേ പോകുന്നത്? മതിലയിലേക്കാ പോകുന്നത്. അതൊന്ന് മാറ്റി, തിരിച്ചു മാറ്റിയാ മതി. വലത്തോട്ട് തിരിക്കണം. ഇപ്പോഴും മരവിച്ചിരിക്കുക. അപ്പൊ ഒന്നും കേൾക്കില്ല. പുറകെ ഇരുന്ന ആളല്ല ഇപ്പൊ മുന്നിലിരിക്കുന്നത്. ഫ്രണ്ടിൽ നോക്കി. ഈ വണ്ടി അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ട് പോവാതിരിക്കണ എന്ത് ചെയ്യണം? അപ്പൊ റൈറ്റിലേക്ക് ഇത്തിരി ബെൻഡ് ചെയ്യും. തിരിക്ക്. ഇത് തിരിക്കുന്നില്ല ഇപ്പോഴും. വണ്ടി ഇവിടുന്ന് മാറുന്നതായിട്ട് ഇതാക്കി തോന്നും. കണ്ടാ? അപ്പൊ പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങട്ടെ. മാറി എന്ന് തോന്നുമ്പോ വണ്ടി നിർത്ത്. ഓക്കെ ആണ്. വീണ്ടും നീങ്ങാം. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്. പുറകിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഇല്ലല്ലോ. ഇനിയില്ലല്ലോ. നീങ്ങട്ടെ. മുൻവശം നോക്കി ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്ക്. വണ്ടി റോഡിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ടാ? തിരിച്ചോണ്ടിരിക്കണ്ട. ഇതേ വരുന്നുണ്ടാ? റോഡിൽ വരുന്ന അനുസരിച്ച് ഇതിനെ നേരെയാക്കി കൊടുക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തിരിഞ്ഞു പോകും. കണ്ടാ? നീങ്ങട്ടെ. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്ക്. ആക്സിലേറ്ററിനെ പറ്റി ഇത്ര ചിന്തിക്കണ്ട ഇപ്പം. കണ്ട, ബ്രേക്കിൽ തന്നെ വണ്ടി ഇത്ര നീങ്ങും. ഇപ്പൊ നോക്കും, നമ്മൾ സൈഡിൽ കൂടെയാണോ പോകുന്നതെന്ന് നോക്കി നോക്കി ഫ്രണ്ട് നോക്കിയിരിക്കും. വണ്ടി നടുക്കോട്ടാണോ സൈഡിലേക്കാണോ? അപ്പൊ പതുക്കെ സൈഡാക്കി വണ്ടിയെ. കണ്ടാ? സൈഡിൽ വരുമ്പോ നേരെയാക്കി കൊടുക്ക്. ഓക്കെ ആണോ? പോട്ടെ. ബ്രേക്ക് വിട്ടു കൊടുക്ക്. ഇനി പതുക്കെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കിക്കാം. പേടിച്ച് ചെയ്യരുത്. ഇപ്പോഴും കാല് പൊക്കി എടുത്തുണ്ടാ പോയത്. പതുക്കെ കൊടുത്തു നോക്കും. ഈ വണ്ടിയുടെ വേഗതയിൽ വ്യത്യാസം വരും. മുഖം നേരെ വയ്ക്ക്. ഫ്രീ ആയിട്ടിരിക്കും. പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുക. അപ്പൊ വ്യത്യാസം വരും. കണ്ടാ? ചെറുതായിട്ട് വേഗത കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടാ? ശ്വാസം കിട്ടുന്നുണ്ടാ? ഇല്ല. കണ്ണും ഇതെല്ലാം മാറുന്നു. കൈ ഫ്രീ ആക്കി വെക്ക്. പോട്ടെ. പതുക്കെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു. പേടിക്കാതിരിക്കുക. അവിടെ തിരിപ്പില്ല. ഇത്ര ധൈര്യമായിട്ടിരിക്കും. ചെറിയൊരു ആക്സിലേറ്റർ കൊടുക്കും പൊടിക്ക്. മരവിച്ചിരിക്കരുത്. ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ ആണ്. ഇതാ മുൻവശത്തൊരു വളവ് വേണ്ട. പോട്ടെ. ഇങ്ങനെ തന്നെ ഓടിക്കോട്ടെ. അവിടെ നമുക്ക് വേഗത വേണം? വേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? വെറുതെ ബ്രേക്കിന്റെ മേളിൽ കാല് വെച്ചോണം. വണ്ടി ഇങ്ങനെ ഉരുണ്ടോളും. ഈ മുൻവശം നോക്കി തിരിച്ച് കൊണ്ടുപോയാൽ മതി വണ്ടിയെ. മുൻവശം നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ചരിയണം. പതുക്കെ ചരിച്ച് കൊടുക്കുക. അങ്ങോട്ട് നോക്കണ്ടത് ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒന്ന് ചരിച്ച് കൊടുത്താൽ മതി. കണ്ടാ? ഇവിടെ മാത്രം നോക്കിയിരുന്നോ? തിരിഞ്ഞു വരുന്ന കണ്ട? ഈ മതിലേലിടിക്കുവാതെ തിരിഞ്ഞു വന്നാ മതി. ഇവിടെ നോക്കിത്താ. മതിലെ തട്ടുവാ? പിന്നെ ബലം പിടിക്കണ്ട. പിന്നെ തിരിക്കണ്ട. അപ്പം കണ്ടാ? എപ്പം നമുക്ക് പോകേണ്ട വഴിയിലേക്ക് വരുന്നു അപ്പൊ നേരെയാക്കണം. മുഖം നേരെ പോയി പോവാം. പോട്ടെ. ഇനി നീങ്ങണമെങ്കിൽ എന്ത് വേണം? അപ്പൊ പതുക്കെ ആക്സിലേറ്ററെ കാല് കൊണ്ടുപോവാ. എന്നിട്ട് പതുക്കെ കൊടുത്തു തുടങ്ങും. ഇപ്പോഴും പേടിച്ച് നിക്കുക. ശ്വാസം നേരെ വീഴാൻ നമുക്കിത് ഫ്രീ ആയിട്ട് പോയില്ല. ദീർഘശ്വാസം വിട്ടോ. എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? പതുക്കെ ആക്സിലേറ്റർ കൊടുത്തു പോട്ടെ. എത്തവിടെ മുന്നിൽ ആരും തടസ്സമില്ല. പതുക്കെ ഓടട്ടെ. ഈ വണ്ടി ഓടിക്കൂന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ ഇരിക്കുന്നത്. അല്ലെ ഇരിക്കുക. നീങ്ങുന്നില്ലേ? ഈ സ്ഥലം മാത്രമാണ് നോക്കിയിരിക്കേണ്ടത്. എത്താക്കി പോകേണ്ട വഴിയിലേക്ക് വണ്ടി വന്നോണ്ടിരിക്കണം. ഈ ഒരു ഭാഗം വേണ്ട. സൈഡിലേക്കാണ് പോകുന്നതെന്ന് തോന്നി അതിനെ പതുക്കെ അകത്തണം. അകന്ന് തുടങ്ങുന്നു തോന്നുമ്പോ നേരെയാക്കണം. വീണ്ടും നോക്ക്. സൈഡിലേക്കാണ് പോകുന്നതെന്ന് തോന്നിയാ പതുക്കെ അകലമെടുത്തോണം. കാണുന്നുണ്ടാ? ഇനിയിപ്പോ ഇവിടെ നോക്കിയാ ഒരു ഇറക്കം ഇറങ്ങാൻ പോവുക. അപ്പൊ കാലെവിടെ വരണം? ഓക്കെ ആണോ? ഇപ്പൊ ഇതാ ചെക്കൻ ഒരു തടസ്സമാ. അപ്പൊ എന്ത് ചെയ്യണം? ഹോൺ അടിക്കണം. അതെ. അത്ര മാറണം അവന് വേണ്ടി. പോട്ടെ. സൈഡ് നോക്കി പോട്ടെ. നീങ്ങുന്നില്ല വണ്ടി. ശ്വാസം എടുത്തു വെച്ചോണ്ടിരിക്കുക. ഇപ്പോഴും നീങ്ങുന്നില്ല. അങ്ങനെ മുൻവശം മാത്രം നോക്കാവുള്ളൂ. അപ്പുറത്തേക്ക് എത്തി നോക്കരുത്.
ഇവിടെ തട്ടാതെ തിരിഞ്ഞ് 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 വരണം. നോക്ക്, ഒഴിഞ്ഞു മാറുക. കാണുന്നില്ലേ? ഒഴിഞ്ഞു മാറി എന്ന് തോന്നുമ്പോ അതിനെ നിവർത്തിയേക്ക്. എതിരെ വരുന്ന വണ്ടിയെ നോക്കണ്ട. ഓക്കെ ആണോ? ഇത്രയും ഗ്യാപ്പ് ഇട്ടാ മതി. ഇത് നല്ലപോലെ തന്നെയല്ലേ ഓടിച്ചു പോകുന്ന. മനസ്സ് ഫ്രീ ആയാലേ നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ ഇവിടുന്ന്. ഇതാ നോക്ക്, മുന്നിലെ സാഹചര്യം നോക്കി ഇരുന്നോണം. മുന്നിൽ വളവാന്ന് തോന്നിയാ സ്പീഡിന്റെ ആവശ്യമില്ല. അപ്പൊ കാല് ബ്രേക്കേ വെച്ചോണം. എന്നിട്ട് വണ്ടിയെ സൈഡ് നോക്കി കൊണ്ടുപോവാ. വന്നിട്ടില്ല. ആ, കാല് മാറ്റരുത്. ഇതാ വണ്ടി നേരെ വന്നിട്ടില്ലല്ലോ, ഇനിയും ദേ തിരിയാനുണ്ട്. കണ്ടാ? ടെൻഷൻ ഇല്ലാതിരിക്കും, കൂളായിട്ടിരിക്കും കേട്ടാ, ഫ്രീ ആയിട്ടിരിക്കും. ആ, പതുക്കെ കൊടുക്ക്. ഈ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചു. ഇതൊക്കെ പോകേണ്ട വഴിയിലേക്ക് ഒരു ഭാഗം വരണം. അങ്ങോട്ടാണോ പോകുന്നത്? അല്ലാന്ന് തോന്നുമ്പോ തിരിച്ചു കൊണ്ടുപോവാ അതിനെ. മുന്നിൽ തടസ്സം വല്ലതും ഉണ്ടാ? പിന്നെന്താ നീങ്ങാതെ? സൗണ്ടിലെല്ലാം വ്യത്യാസം വന്നു. ഞാൻ കാലെടുത്ത് കാലും കൈയും മുഖവും എല്ലാം മാറുക, വേറൊരാളായി മാറുക. അതേ മുന്നിലൊരു തടസ്സം വരുന്നുണ്ട്. അപ്പൊ കാല് ഇവിടെ വരണം, ബ്രേക്കിലേക്ക് വരണം. കണ്ടാ? തടസ്സം ഇല്ല. ഇനി നീങ്ങാവാ, ആക്സിലേറ്ററിലേക്ക് കാല് വാ, എന്നിട്ട് പതുക്കെ നീങ്ങട്ടെ. സ്റ്റിയറിംഗിന് തിരിക്കണതിന് വല്ല ഇതുകൊണ്ട് ഇത്താക്ക് ഒരു കുഴപ്പമില്ല. ഇത്താ ഒന്ന് നോർമലായാ മതി. കാല് ബ്രേക്കിൽ വാ, അത്രേ ഉള്ളു. അവരെ നോക്കരുത്, നമ്മുടെ സ്ഥലം നോക്ക്. നമ്മുടെ സ്ഥലം നോക്ക്. അവരെ നോക്കിയാ ഒഴിഞ്ഞു മാറി കൊടുക്കും. ഇതുപോലെ പോട്ടെ. ആ ബസ് വരെ ഇപ്പൊ തടസ്സമൊന്നുമില്ല നമ്മുടെ വഴിയിൽ. ഉണ്ടാ? നമ്മൾ നീങ്ങാത്തത് കൊണ്ടേ തടസ്സമുള്ളൂ. വേണ്ട, നമ്മൾ നീങ്ങാത്തപ്പോ ഇങ്ങനെ ആളുകൾ വരും. ഇപ്പൊ തടസ്സമുണ്ട്, കണ്ട ആ വണ്ടി. അപ്പൊ കാല് ബ്രേക്കിലോ ബലം പിടിക്കാതാ. ഇവിടുന്ന് ലെഫ്റ്റ് പോകണല്ലേ നല്ലത്. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ട്? നമ്മളിപ്പോ വന്നില്ലേ അവിടെ മെയിൻ അവിടെ മുന്നിലൊരു ലെഫ്റ്റ് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി ലെഫ്റ്റ് ഉണ്ടാ. മുന്നിലേക്ക് പോകും. നമുക്ക് തിരിഞ്ഞാണേലും വരാൻ പോകണ്ടേ? ശ്വാസം ഒന്നും എടുക്കാതെ അതൊന്നും ശ്വാസം എടുക്കുന്നത്. നേരെ ഒന്നും ഓടണ്ടേ? ലെഫ്റ്റ് വരുന്ന കണ്ട ബലം പിടിക്കരുത്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് അതൊക്കെ മുന്നോട്ട് പോട്ടെ. ആക്സിലേറ്റർ വേണ്ട. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നോക്കി ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വരണം. എന്തോരം മുന്നിൽ ചെന്നിട്ടാണ് ബ്രേക്കേ കാല് കൊണ്ടുപോവാ. വണ്ടി നിർത്തി വാ. നിർത്തിയില്ല. പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗം തിരിഞ്ഞ് നമ്മുടെ വഴിയിലേക്ക് വരണം. പതുക്കെ അനങ്ങി പോയാൽ മതി. തിരിച്ചിട്ടില്ല. നിർത്തി വീണ്ടും നിർത്ത്. എന്നിട്ട് തിരിക്കില്ല. കണ്ണ് വേറെ എവിടെയോ? അത് തന്നെ മതി. ഇത് ഇവിടെ നോക്കിയിരുന്നു. ഇത് തിരിഞ്ഞിങ്ങനെ വരും നമുക്ക് പോകേണ്ട വഴിയിലേക്ക്. പതുക്കെ വിട്ടുകൊടുക്ക്. ആ, ബ്രേക്ക് തന്നെ കാല് വെച്ചോണേ. പയ്യെ ബ്രേക്ക്. നേരെയാക്കാൻ തുടങ്ങ്. നേരെ ആവട്ടെ. ആയിട്ടില്ല. അങ്ങനെ നേരെയാക്കി എടുക്കും. നേരെ ആയിട്ടില്ല. നേരെ ആക്കണം. സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെയാക്കുന്നത്. ഫ്രീ ആയിട്ടിരിക്കുക. ഇത്ര നേരം പുറകെ ഇരുന്ന ആളായിട്ട് തന്നെ ഇരിക്കൂടെ. ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്ക്. നിർത്തി കൊടുത്തേക്ക്. ഓക്കെ ആണോ? വീണ്ടും പോട്ടെ. നീങ്ങട്ടെ. പതുക്കെ ആക്സിലേറ്റർ കൊടുക്ക്. ഏത് റോഡ് ഇത്? പിന്നെയും വേറെ സ്ഥലത്തെത്തിയത് പറഞ്ഞ റോഡാണ് ഇപ്പൊ ഇത്. അതൊന്നും അതാണിത്. അതാണ്. വേണ്ട, തിരിയരുത്, നേരെ തന്നെ പോലെ. പതിയെ ബ്രേക്ക് ആവാ. പതുക്കെ മുന്നോട്ട് പോട്ടെ. പതുക്കെ ബ്രേക്കിൽ തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകും. ഈ ഫ്രണ്ട് ഭാഗം മാത്രം നോക്കിക്കോ. ഒറ്റയ്ക്ക് പോകേണ്ട വഴിയിലേക്ക് നേരെയാക്കി ബലം പിടിക്കാതെ അനങ്ങട്ടെ. വിട്ടോട്. അങ്ങനെ ലെവൽ ചെയ്ത് അത് ഈ ഫ്രണ്ട് ഭാഗം നോക്കിത്ര നമുക്ക് പോകേണ്ട വഴിയിലേക്ക് കൊണ്ടുപോകാതിന്. മതി. കണ്ട വരുന്ന വന്നു എന്ന് തോന്നുമ്പോ നേരെയാക്ക്. കാല ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോവരുത്. വണ്ടി ഓടിച്ചു പോകാമെന്ന് തോന്നുമ്പോ മാത്രം ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ തടസ്സം ഉണ്ടാ? അപ്പൊ ആക്സിലേറ്ററിലേക്ക് കൊണ്ടുപോകും. പതുക്കെ നീങ്ങട്ടെ.
നീങ്ങട്ടെ, നീങ്ങുന്നില്ല. ആ ഈ സൈഡ് ഇത് ഇത്രയും ഭാഗം നോക്കിക്കൊണ്ടിരുന്നാൽ മതി. വണ്ടി ഇവിടുന്ന് അകലുന്നു തോന്നിയാൽ അടുപ്പിച്ചോണം, ഇങ്ങോട്ട് അടുത്ത് വരുന്നു തോന്നിയാൽ നേരെ ആക്കിക്കോണം, അല്ലെങ്കിൽ അകലം എടുത്തോണം. നോക്ക് വണ്ടി ഈ സൈഡിലേക്കാ പോകുന്നതെന്ന് നോക്ക്. ഇതുപോലെ വളവ് വരുമ്പോ എന്ത് ചെയ്യണം? മുൻവശം കാണാൻ മേല, അപ്പൊ എന്ത് ചെയ്യണം? കാല് ആവാ, എന്നിട്ട് വണ്ടി ഫ്രണ്ട് നോക്കി തിരിഞ്ഞു വാ. തിരിഞ്ഞിട്ടില്ല, ആ നേരെയാക്ക. അതുപോലെ വീണ്ടും നീങ്ങണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ലൂസ് ചെയ്യും. മുന്നിൽ തടസ്സം ഇല്ലെങ്കിൽ മാത്രം ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങും. അപ്പൊ കാലവിടെ വെക്കണം, സ്പീഡല്ല, ബ്രേക്കിലേക്ക് കാല് ഓടിച്ചിട്ട് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തേക്കണം. സ്ഥലം ചെറുതാവുന്ന കാണുമ്പോ ബ്രേക്കിലോട്ടാ കാല് വരേണ്ടത്. വീണ്ടും നോക്കിയ റോഡ് ഓപ്പൺ അല്ലേ, ഫ്രീ ആയി കാണുമ്പോ ആക്സിലേറ്റർ കൊടുത്തു പോവോ. ആള് ഫ്രീ ആയിട്ടില്ല, പോട്ടെ. ഫ്രീ ആവാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫ്രീ ആവണ്ടേ? കൂളായിട്ടിരിക്കേ. പുറകിലിരുന്ന് വർത്താനം പറഞ്ഞില്ല, ആ ആളായിട്ട് തന്നെ മുന്നിലിരുന്നാ മതി. വർത്താനം പറഞ്ഞിരുന്നു. എങ്ങോട്ടാ മാറണ്ടേ നോക്ക്. നമ്മൾ ഏത് സൈഡിൽ കൂടെ ഓടിച്ചു പോകുന്നത്? ആ അങ്ങനെ കണ്ട, നമ്മൾ അത്ര സ്ഥലം കൊടുത്തുകൊണ്ട് ഒരാൾ ഇടത് വശത്തൂടെ കയറാൻ നോക്കിയതാ. ഇതാന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇതാ തന്നെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തിക്കേ വണ്ടി. അപ്പൊ കാല് എവിടെ വെക്കണം? എന്നിട്ട് പതുക്കെ ഒതുക്കി നിർത്തിക്കേ. സൈഡ് ഒതുക്കി നിർത്തത്, ആ തണലത്ത് ഒതുക്കി നിർത്തത്. ഇവിടെ മാക്സിമം സൈഡിലേക്ക് വരട്ടെ. സൈഡിലേക്ക് വന്നാ കണ്ട, മാക്സിമം വരുമ്പോ ഒന്ന് നിർത്ത്. നിർത്തി. ഇനി ഇത് നേരെയാക്കാൻ എങ്ങോട്ട് മാറ്റണം? ഈ വണ്ടി നേരെയാണോ കിടക്കുന്നത് ഇപ്പം? സ്റ്റിയറിംഗ് നോക്കാം, അത് ഇവിടെ നോക്ക്. നേരെയാണോ? എങ്ങോട്ടാ ചരിഞ്ഞ് കിടക്കുന്നത്? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ചരിഞ്ഞ് കിടക്കുന്ന വണ്ടി? അപ്പൊ ഇത് നേരെയാക്കാൻ എങ്ങോട്ട് ഇടണം? അപ്പൊ വലത്തോട്ടും തിരിച്ച് വണ്ടി വിടരുത്. ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ. ഇത് ഇങ്ങനെ ഉരുണ്ട് നേരെയാവും. ഇത് ഇവിടെ നോക്കിയിരുന്നു. പതുക്കെ ലൂസാക്കി കൊടുക്കും. പതുക്കെ അനങ്ങി വരട്ടെ. അതേണ്ട നേരെ വരുന്ന കണ്ട. എപ്പം നേരെ ആവുന്നു അപ്പൊ ബ്രേക്ക് ചെയ്ത് നിർത്തിക്കണം. ഇച്ചിരി ഇവിടെ മാത്രം നോക്ക്. നേരെ ആയാ അത് ഇച്ചിരി വരാനുണ്ടാ? ഇങ്ങനെ നോക്ക്. നേരെയാണ്? എനിക്കൊന്നും മനസ്സിലാവണ്ട. ഈ വണ്ടി ഇപ്പൊ ഇങ്ങോട്ട് ചരിഞ്ഞാണോ നിക്കുന്നത് അതോ നേരെയാണോ നിക്കുന്നത്? ആ അപ്പൊ ഇച്ചിരി കൂടെ നേരെ ആവാനില്ലേ? ആ ഇച്ചിരി കൂടെ ലൂസാക്കി കൊടുക്കും പതുക്കെ. ആ അതേ നേരെ ആവുന്ന നോക്കൂ. നേരെ ആയാ? അപ്പോഴാണ് വീല് നേരെയാക്കി വെക്കേണ്ടത്. ഒന്ന് ന്യൂട്രലാക്കിക്കേ. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓണാക്കിക്കേ. ഹാൻഡ് ബ്രേക്ക് ഞെക്കണ്ട, വെറുതെ പൊക്കിയാ മതി. ആ ബ്രേക്കിന് കാലെടുത്ത എന്നിട്ട് ഇതിലിങ്ങനെ മുറക്കി ഇനി പിടിക്കുക. ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ചേത്താ. ലെഫ്റ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിച്ചേ. ഫുള്ള് തിരിക്ക്. റൈറ്റിലേക്ക് ഒന്ന് ഫുള്ള് തിരിക്ക്. എവിടെയാ നോക്കുന്നത്? താഴെ നോക്കിയിരിക്കുന്നത് എന്തിനാ? തിരിക്ക് ഫുള്ള് തിരിക്ക്. ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ചേ. പെട്ടെന്ന് തിരിച്ചേ. ഈ വിരലിട്ട് ഇങ്ങനെ പിടിച്ചാ നമുക്കിത് ബലം പിടിച്ചോണ്ടിരിക്കും. ഇതിൽ നമ്മൾ തിരിക്കില്ല. വെറുതെ ഫുള്ള് തിരിക്ക്. റൈറ്റ് ഒന്ന് ഫുള്ള് തിരിച്ചേ. പെട്ടെന്ന് തിരിച്ചേ. എളുപ്പം തിരിക്ക്, നോക്കാതെ തിരിക്ക്. റൈറ്റ് ഒന്ന് ഫുള്ള്, ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്. ഇത് നോക്കിയാ കൈ ഇത് അകത്തിട്ട് വെച്ചിരിക്കല്ലേ, ഈ വിരലും അകത്തോട്ടല്ലേ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇടരുത്, ഇങ്ങനെ പിടിച്ചാ മതി. കണ്ട റൈറ്റ് ഒന്ന് തിരിച്ച്. ആ അത് തന്നെ വരട്ടെ. ഇപ്പോഴും ആ വിരൽ അകത്തോട്ട് പോകുന്നുണ്ട്. ആ അങ്ങനെ കണ്ട. ലെഫ്റ്റ് ഒന്ന് ഫുള്ള് തിരിച്ച്. ഫുള്ള് തിരിക്ക്. ടെൻഷനാ, അതുകൊണ്ടാ. ഫുള്ള് തിരിക്ക്. സ്റ്റിയറിംഗിൽ ഒന്നും നോക്കണ്ട, ഇങ്ങനെ തീരുന്നത് വരെ തിരിക്ക്. റൈറ്റ് ഫുള്ള് തിരിച്ച്. ഒന്നേലും നോക്കണ്ട, തിരിക്കുന്നില്ല. പതുക്കെ തിരിക്കുന്നത്. ആ ഫുള്ളൊന്ന് പെട്ടെന്ന് ലെഫ്റ്റ് തിരിച്ച്. എളുപ്പം. റൈറ്റ് ഒന്ന് ഫുള്ള് തിരിക്ക്. ഓക്കെ. ലെഫ്റ്റ് തിരിക്കുമ്പോൾ ബലം പിടിക്കാതെ. ലെഫ്റ്റ് തിരിക്കുമ്പോൾ ഈ കൈ കണ്ട, ഈ കൈ ഒന്ന് മാറ്റി, ഇതൊന്ന് മാറ്റി വെച്ച്. ഇതൊന്ന് ഫുള്ള് ഇങ്ങോട്ട് തിരിച്ച്. ഈ കൈ കൊണ്ട് കറങ്ങി ഈ വിരലിടരുത് അകത്തേക്ക്. ഇത് കണ്ട വിരൽ ഇങ്ങനെ തന്നെയാ. ഈ 4 വിരൽ വെച്ചിട്ട് എങ്ങനെ പിടിച്ചോ, ഈ വിരലകത്ത് കയറ്റി വെക്കരുത്. ഇങ്ങനെ തന്നെ തിരിഞ്ഞു പോവാ. എന്നിട്ട് നിവർത്തിയാ മതി. തിരിഞ്ഞു വരട്ടെ. പിന്നെ വിരലകത്തേക്ക് പോകുന്ന കണ്ട. കൈ വിട്. ഇങ്ങനെ ഒന്ന് കറക്കിക്കേ. ഈ
കറങ്ങട്ടെ. സ്റ്റിയറിംഗ് വേണ്ട, വെറുതെ ഒന്ന് കറക്കിക്ക കൈ. കണ്ടാ ഇതെങ്ങനെ കൈ മാറ്റുന്നതെന്ന് നോക്കിക്കേ. അവിടെ തന്നെ അത് തന്നെ ഒന്ന് ബലം കൊടുത്ത് നോക്കിക്കേ. കറങ്ങട്ടെ അങ്ങനെ തന്നെ. പിന്നെ വിരല് വെച്ച് പിടിക്കുന്ന കണ്ട അതേല്. ഇത് വെറുതെ ഒന്ന് കൈ കറക്കിക്ക, ഇങ്ങോട്ട് തന്നെ കറക്കിക്ക. സ്റ്റിയറിംഗ് വേണം. ഓക്കെ, നിത്താക്കി നീങ്ങണമെന്ന് തോന്നുമ്പോൾ മാത്രമേ അത് വിട്ടുകൊടുക്കാവുള്ളൂ ബ്രേക്കിന്. അതും എങ്ങനെ പോകണമെന്ന് ഇത്താ തീരുമാനിക്കണ്ടേ. നിരങ്ങി പോയാൽ മതിയെങ്കിൽ അത് പതുക്കെ ലൂസ് ചെയ്യാവുള്ളൂ. ഇത്താ വിചാരിക്കുന്ന സ്പീഡിലേ ഈ വണ്ടി നീങ്ങാവുള്ളൂ. എളുപ്പം പോകണമെങ്കിൽ അതിനെ എളുപ്പം ലൂസാക്കി കൊടുത്തേരും, എളുപ്പം ഓടിപ്പോക്കോളും വണ്ടി. എനിക്ക് പതുക്കെ പോയാൽ മതി. ഇവിടെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നിരങ്ങി മുന്നോട്ട് പോയാൽ മതി. ഓക്കെയാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ കേട്ടോ. ഇങ്ങനെ മുന്നിൽ കൂടെ ഒരു കാഴ്ചയും കണ്ട് പേടിക്കരുത്. വണ്ടിയിൽ നോക്കിയിരിക്കേണ്ട എങ്ങനെയാ, അത് ഈ ഒരു ഭാഗം മാത്രം. എന്റെ രണ്ട് കൈ ഇരിക്കുന്നതിനകത്തെ വിഷ്വല് കണ്ട, ഇത് മാത്രം ഇത്ത നോക്കേണ്ടത്. ഇതിനകത്തൊരു സാധനം വരരുത്. എന്തെങ്കിലും വന്നാ ഇവിടുന്ന് ഇപ്പൊ ഓട്ടോറിക്ഷ കണ്ട മുന്നോട്ട് പോകുമ്പോ അത് ഈ കോർണറിലേക്ക് മാറിക്കോണം. മാറാൻ എന്ത് വേണോ അങ്ങോട്ട് തിരിച്ചോണം. ഓക്കെയാണ്. കിട്ടുന്നുണ്ടോ? ഉറപ്പല്ലേ? ഇതിനകത്ത് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരെണ്ണം കണ്ടല്ല, ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറി കൊടുക്കണം. അങ്ങനെയല്ലേ നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നത്. അല്ല, വണ്ടി ഇങ്ങോട്ട് മാറണം. അപ്പൊ അത് അങ്ങോട്ട് പോയിക്കോളും. ഈ ഏരിയക്കകത്ത് ഒരു ഒബ്ജക്റ്റും ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ അതായിട്ട് വണ്ടി ഇടിക്കുമെന്നർത്ഥം. ഇതിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ ആ വഴി കൂടെ പോകാന്നർത്ഥം. അങ്ങനെ നമ്മൾ വണ്ടിയെ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇങ്ങനെ നോക്കരുത്. ഇവിടെ കൂടെ നോക്കി ഇതാക്കി പേടി തോന്നുന്നു. എല്ലാം നമ്മളെ ഇടിക്കാൻ പറ്റുന്ന പോലെയാണ് തോന്നുന്നത്. ഞാൻ ആ വളവ് വന്നപ്പോൾ ഇങ്ങനെ നോക്കി തിരിക്കാനല്ലേ പറഞ്ഞത്. അതിനാ ഇടിക്കുമെങ്കിൽ അത് ഇതിനകത്തുണ്ടാവും. ഇതാക്കി തിരിച്ചറിയാൻ പറ്റും. കിട്ടുന്നുണ്ടാ? നമുക്ക് നീങ്ങി നോക്കാം. ഇപ്പൊ ഓട്ടോറിക്ഷ നോക്കിയെത്താ ഇതിനകത്താ കണ്ടോണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ അതായിട്ട് ഇടിക്കുമെന്ന്. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകുമ്പോ എങ്ങോട്ട് മാറണം? വലത്തോട്ട്. ഓട്ടോറിക്ഷ എപ്പോ ഈ മൂലയിലോട്ട് വരുന്നോ അതുവരെ വണ്ടിക്ക് തിരിവ് കൊടുക്കണം വലത്തേക്ക്. കിട്ടുന്നുണ്ടാ? പതുക്കെ നീങ്ങാം. പതുക്കെ എത്താൻ നീങ്ങിക്കുക മുന്നോട്ട്. അതിങ്ങോട്ട് മാത്രം ലക്ഷ്യം പോയി. മുന്നോട്ട് പോകുന്നതോറും ഓട്ടോറിക്ഷ ഈ മൂലയ്ക്കോട്ട് മാറണം. മുറുക്കി പിടിക്കുന്ന കണ്ട വിരല്. പതുക്കെ മാറ്റി കൊടുക്കുക. അതെപ്പോ ഈ മൂലയ്ക്കോട്ട് മാറി നെത്താക്കി തോന്നുന്നു അപ്പൊ തിരിക്കണ്ട, നേരെ ആക്കിക്കോ. വന്നാ ഇപ്പൊ നേരെ ആക്കി വെച്ചേക്ക്. ഇനി തട്ടു അതേല്. ഇനി ഈ സൈഡ് നോക്കിപ്പോ. ഈ സൈഡിൽ നിന്ന് വണ്ടി അകന്ന് പോകരുത്. ഓക്കെയാണ്. ഇവിടെ ഇനി സ്ഥലമുണ്ടാ? അപ്പൊ ഇങ്ങോട്ടൊക്കെ അടുപ്പിച്ചു കൊടുക്ക്. ധൈര്യമായിട്ട് അടുപ്പിക്ക്. അത് ധൈര്യമായിട്ട് അടുപ്പിക്കത്താ. ഇപ്പൊ ആ ചേട്ടനെ നോക്കിക്ക, ആ ഫ്രെയിമിനകത്താണ് അയാളെ കാണുന്നത് അല്ലേ? അപ്പൊ അയാളെ പുറത്താക്കണമെങ്കിൽ മതി. പുറത്ത് വന്നില്ലേ? ഇനി ധൈര്യമായിട്ട് ഓടിച്ചു പോയിക്കൂ. വീണ്ടും ഇത്തോടെ സൈഡ് എവിടാന്ന് നോക്ക്. എതിരെ വരുന്ന വണ്ടിയെ നോക്കരുത്. സൈഡ് കണ്ടാ? വരുന്നില്ലേ സൈഡിലേക്ക്? വന്നില്ലേ? നേരെയാക്കി എടുക്ക്. ഓക്കെയാണ്. പിന്നെയും കൈ മുറുക്കി പിടിക്കുന്നതാണ്ടാ. അങ്ങനെ പിടിക്കാതെ ഈ 4 വിരൽ വെച്ച് പിടിച്ചു. 5ാമത്തെ വിരൽ എടുക്കണ്ടെന്നേ പറഞ്ഞുള്ളൂ. ശരിയായിട്ട് തന്നെയല്ലേ ഓടിച്ചു പോകുന്നേ? നമ്മള് പേടിച്ചിരിക്കുന്നുണ്ടോ മുന്നോട്ട് നീങ്ങാത്തത്? നടക്കത്തില്ല ഇതാ. പേടിച്ച ജീവിതകാലം മുഴുവൻ പേടിച്ച് തന്നെ ഇരിക്കണം. നോക്ക്, ഇടതുവശം മാത്രം നോക്കൂ, വലതുവശം നോക്കാതെ. ഇടതുവശത്ത് സ്ഥലമുണ്ടോ? വണ്ടി ഇടതുവശത്തോട്ട് വന്നോട്ടെ. ഇടതുവശത്ത് സ്ഥലമില്ലേ? വണ്ടി അവിടെ നിന്ന് മാറിക്കോണം. ഇടതുവശത്ത് ഒരുപാട് സ്ഥലം വീഴാൻ പാടില്ല വണ്ടി ഓടിച്ചു പോകുമ്പോ. അത് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ മതി. ഇപ്പൊ നോക്കിയാ ഇടതുവശത്ത് ഇതേ സ്ഥലം കുറഞ്ഞുകൊണ്ടിരിക്കുക മുന്നോട്ട് ചെല്ലും തോറും. കണ്ടാ? അപ്പൊ എന്ത് ചെയ്യണം? ഒഴിഞ്ഞൊന്ന് മാറണം. കാണുന്നുണ്ടാ? കണ്ടാ? സ്ഥലം കൂടുന്ന കണ്ട ഇടതുവശത്ത്. അപ്പൊ പതുക്കെ ഇടതുവശത്തേക്ക് വണ്ടി വരണം. കിട്ടിയാ? അത് മാത്രം ഹാൻഡിൽ ചെയ്യും. എതിരെ എന്തെങ്കിലും വരുമ്പോ പേടി തോന്നിയാ ബ്രേക്കിലേക്ക് കാല് വെച്ചു. കിട്ടിയാ? അപ്പൊ ഇടിക്കുമെന്ന് തോന്നിയത്തേക്ക് നിർത്താൻ പറ്റും വണ്ടിയെ. വീണ്ടും പോവാമേലേ? പോട്ടെ. ഇടതുവശം മാത്രം നോക്കി വണ്ടി ഓടിച്ചു പോകും. വലത്തോട്ടോ പുറയിലേക്കോ ഒന്നും ഇപ്പൊ നോക്കണ്ട. ഇതൊക്കെ ഒരു ധൈര്യം വരട്ടെ. ആ ചേട്ടനെ കണ്ട? അയാളെ ഒഴിവാക്കി പോണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളെ തട്ടുവാ ഇനി. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് മതി. ഇത്തിരി ആയിട്ട് മാറിയാ മതി. ഇനി തട്ടുവാ. അപ്പൊ മുന്നോട്ട് നീങ്ങട്ടെ നമ്മള്. ഇടതുവശത്ത് സ്ഥലം വരുന്ന കണ്ട? അപ്പൊ എന്ത് ചെയ്യണം?
ഇതാണ് നീങ്ങുന്നത്, ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതാ പതുക്കെ പതുക്കെ സൈഡിലേക്കാ വരണ്ടേ. അവസാന നിമിഷം നമുക്ക് പൊക്കിയെടുത്ത് മാറാൻ പറ്റില്ല. ഇതിട്ട് നോക്ക്, ഇതിനെ തട്ടാതെ ഒഴിഞ്ഞു മാറ്. ഓക്കെ അല്ലേ? അതുപോലെ നേരെയാക്കി വാ. ഓക്സിജനും വേണ്ടി വരും, ഇച്ചിരി ബ്ലഡും വേണ്ടി വരും. രണ്ടും തട്ടാതെ ഒഴിഞ്ഞു മാറ്. അത്രേ ഉള്ളു കാര്യം. കണ്ട അതുപോലെ നേരെയാക്കി. പേടി ഉണ്ടെങ്കിൽ ബ്രേക്കിൽ വെച്ചോണ്ട് ഒഴിഞ്ഞു മാറിക്കോണം. വീണ്ടും നോക്കി നോക്കിപ്പോ. ഓക്കെ ആണോ? ഇതും കൂടെ ഫ്രീ ആക്കി വൈ. ഇതും ഇങ്ങനെ നോർമലായിട്ട് വെച്ചോ. അങ്ങനെ ഇരുന്നോട്ടെ കൈ. ഓടിക്കാൻ പറ്റുവോ? ഓടിക്കാൻ പറ്റുവോ? കാറ് ഇത് മാത്രം നോക്ക്. ഓക്കെ. മറവാണ് ഫ്രണ്ടിലെന്ന് തോന്നിയാ വേഗത കൊടുക്കരുത്. ഇനി കാഴ്ചത് ഇങ്ങനെ ഉണ്ടോ ഒന്ന് ഓടിച്ച് പോയിക്കോണം. മുന്നിലേക്ക് ചെല്ലുന്നവർ തട ഇടതുവശം തെളിഞ്ഞ് വന്നോണ്ടിരിക്കും. ഇടതുവശത്ത് തടസ്സമില്ലെങ്കിൽ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരുന്നോണം. ഇനി തടസ്സം ഉണ്ടെങ്കിൽ നീങ്ങണ്ട, സ്ലോ ചെയ്തോണ്ടിരിക്കണം. ഇപ്പൊ ഇത് കണ്ട വലിയൊരു വളവാണ്, മുന്നിലോട്ട് നോക്കിയിരുന്നോ. ഈ ഇടതുവശം മാത്രം നോക്കിക്കോ. സ്പീഡ് വേണ, അപ്പൊ കാലം എവിടെ വരണം. എന്നിട്ട് പതുക്കെ ഇടതുവശം മാത്രം നോക്ക്. ഇപ്പൊ ഇത്രയും വലത്തോട്ടാ കൊണ്ടുപോയാ, ഇപ്പോഴും വലത്തോട്ടല്ലേ കൊണ്ടുപോയാ, ഇപ്പോഴും നോക്കുന്ന വലത്തോട്ടല്ലേ. മരവിച്ച് മുഖം മാറിയാണ്ടാ സ്വയമല്ലേ പേടിക്കുന്നത്. ഫോണടി എന്താ വളവിനേക്കാളും ആള് രണ്ട് സൈഡിലും ആളുകളുടെ ഇടയിൽ കൂടെ ഈ വണ്ടിയും കൊണ്ട് പോകുന്നില്ലേ ഇപ്പം. അപ്പൊ പിന്നെ വളവിൽ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കാലേ ബ്രേക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പേടി തോന്നുമ്പോ വേഗത കുറയ്ക്കാം. ഇതിന്റെ എന്തിനാ പേടിക്കുന്നത്? പോട്ടെ. ഇത് തന്നെ നോക്ക്, ഇടതുവശത്ത് വളവുണ്ട്. നമുക്ക് കാണാം ആ റോഡ് എങ്ങനെയാ തിരിഞ്ഞിരിക്കുന്നതെന്ന്. വണ്ടിയുടെ മുൻവശം അതിനനുസരിച്ച് തിരിഞ്ഞു വന്നാ മതി. ഈ മുൻവശം ഇടതുവശം മാത്രം നോക്കിയിരിക്കും. ഇവിടെ സ്ഥലമുണ്ടോ? പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കും വണ്ടിയെ. കണ്ടാ? ഇവിടെ വരുന്നതനുസരിച്ച് അതിനെ നിവർത്തിയെടുക്കും. ഇത് തന്നെയുള്ള ആ വളവിലും ചെയ്യേണ്ടത്. ഇതിപ്പോ സ്വന്തം സൈഡിലേക്ക് തിരിയേണ്ടതായതുകൊണ്ടാണ് ഇവിടെ നോക്കിയത്. മറ്റത് വലത്തോട്ട് തിരിഞ്ഞപ്പോഴത്തെ അങ്ങോട്ട് എത്തി നോക്കി. അപ്പൊ പേടി തോന്നി. കണ്ടാ? ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകലുന്നു തോന്നുമ്പോ അതിനെ അടുപ്പിച്ചോണം. ലെഫ്റ്റ് സൈഡിൽ സ്ഥലമില്ലാന്ന് തോന്നി അകത്തി എടുക്കുകയും ചെയ്തോണം കറക്റ്റായിട്ട്. അത് തൊട്ട് ചുവട് നോക്കിയിരിക്കരുത്, മുന്നിലേക്ക് നോക്കിയിരുന്നോണം. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ വണ്ടി എങ്ങോട്ടാ പോകാൻ പോകുന്നതെന്ന്. അല്ലാതെ എതിരെ വരുന്നവനെ നോക്കി പേടിക്കരുത് കേട്ടാ. ഇപ്പോഴേ കാണാം 100 മീറ്റർ മുന്നിലെ കാഴ്ച ഇപ്പോഴേ നമുക്ക് കാണാം. ചേച്ചിമാരവിടെ ഉണ്ട്, എതിരെ വണ്ടികളും വരുന്നുണ്ട്. അപ്പൊ ഒരു ഹോൺ അടിച്ചാൽ അവർ അലർട്ടാവും. അടിക്ക്. കണ്ടാ? എന്നിട്ട് ബ്രേക്ക് വേണേ വെറുതെ ഒന്ന് കാല് വെച്ചു. ഇവരെ തട്ടാതെ നോക്കിയാൽ മാത്രം മതി. പോട്ടെ. മുൻവശത്ത് നോക്കിയിരുന്നു. നമ്മുടെ ഇടതുവശം തെളിഞ്ഞു വരുന്ന കണ്ട വളവില്. അത് മാത്രം നോക്കി വണ്ടിയെ കൊണ്ടുപോകും. ഇടത്തോട്ട് തന്നെയാണോ നോക്ക് വണ്ടി വരുന്നത്. അങ്ങനെ വീണ്ടും നോക്ക്, ഇടതുവശം തന്നെ നോക്ക്. ഇനി ഇടതുവശം സ്ഥലമുണ്ടോ? ഇനി ഇവിടെ തന്നെ നോക്കാവുള്ളൂ. പതുക്കെ ബ്രേക്കിലൊന്ന് കാല് വെച്ചോ. എന്നിട്ട് ഈ ഇടതുവശം തന്നെ നോക്കി വണ്ടിയെ തിരിച്ച് കൊണ്ടുപോകാം. വലത്തോട്ട് നോക്കുകയേ ചെയ്യരുത്, ഇവിടെ മാത്രമേ നോക്കാവുള്ളൂ. ഇവിടെ ഒന്നേറ്റം തട്ടരുത് ഈ വണ്ടി. ഈ ഒരു സൈഡ് മാത്രം നോക്കി കൊണ്ടുപോകും. ചുറ്റുപാട് നോക്കാൻ പോരുത്. ഇവിടെ തന്നെ നോക്ക്. ഇവിടെ തട്ടാതെ തിരിച്ച് കൊണ്ടുപോകാം. കണ്ടാ? പുറകിലേക്കും കണ്ണിടുന്നുണ്ട്. പുറകിലേക്കും കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ നിന്ന് വരുന്നതും ബാക്കിൽ നിന്ന് വരുന്നതും ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ ഉറപ്പ് തന്നില്ലേ. വേഗത വേണ്ട. ഈ ഇടതുവശം നോക്കി തിരിച്ച് കൊണ്ടുവന്നേ വണ്ടിയെ. കണ്ടാ? ഇടതുവശത്ത് സ്ഥലം ഇല്ലാതാകുമ്പോ അകലണം. സ്ഥലം വരുമ്പോ വീണ്ടും ഇടതുവശത്തേക്ക് അടുക്കണം വണ്ടി. കിട്ടുന്നുണ്ടാ? ഉറപ്പാണാ?
ഇപ്പോഴും ഈ സൈഡേ നോക്കാവുള്ളൂ. ഇവിടെ ഒന്നേട്ടും തട്ടാതെ ഈ വണ്ടി തിരിഞ്ഞ് 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 പോകേണ്ട വഴിയിലേക്ക് വരണം. എതിരെ വന്നവരെ നോക്കി പോയത്തേക്ക് പേടി തോന്നും. ഓക്കെ, സാവധാനം നീങ്ങിയാൽ മതി. ഇതേ നോക്കി ഇടത് വശത്ത് സ്ഥലമുണ്ടോ, പതുക്കെ പതുക്കെ ഇടത് വശത്തേക്ക് മാറി കൊടുത്തേക്കണം. ആ, കയ്യിലെ ബലവും കൂടെ കുറച്ചാൽ കുറെ കൂടി ഈസി ആവും. ഇടത് വശത്ത് ആളുകളുണ്ട്, അപ്പൊ അവർക്ക് വേണ്ടുന്ന ഒരു ചെറിയ സ്ഥലം എടുക്കുക, എന്നിട്ട് നിവർത്തിയാക്കുക. ഓക്കെ ആണോ? ആ, വീണ്ടും നോക്ക്. താക്കി പോവാല്ലോ, അവരവിടെ വെറുതെ നിൽക്കുകയല്ലേ. മുൻവശം നോക്ക്. എന്താ ഉള്ളില് പേടി തോന്നിയോണ്ടല്ലേ? അത് ചിന്തിച്ചാൽ നമ്മളാണ് മെയിൻ റോഡിൽ ഇരിക്കുന്നത്, അയാൾ പോക്കറ്റ് റോഡിലാണ്. നമ്മളെ ഇടിച്ചിട്ട് അയാൾ കയറി വരുവോ? ഇല്ല. അതെങ്ങനെ ചാടും? വിചാരിച്ചാ ജീവിക്കാൻ പറ്റുമോ? അത് തിരിച്ച് ചിന്തിച്ചാ മതി. അയാൾ ചാടത്തില്ല എന്ന് ചിന്തിച്ച ചാടിയാലും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോ എന്ത് പറയും? അപ്പുറത്തേക്ക് എത്തി നോക്കരുത്, ഈ ഒരു സൈഡ് മാത്രം നോക്കണം. ഇവിടെ സ്ഥലം ഇല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ മാറിക്കും. കണ്ട, സ്ഥലം കിട്ടുമ്പോ പതുക്കെ ഇങ്ങോട്ടേക്ക് പോന്നോ. പുറകിലേക്കും എത്തി നോക്കരുത്, അടുത്ത സൈഡിലേക്കും എത്തി നോക്കരുത്. നീ ഫ്രണ്ട് മാത്രം നോക്കി കുറേശ്ശെ കുറേശ്ശെ നോക്കുക. അത്രയും വേണ. വളവെത്തുമ്പോ ഓവർ ടെൻഷൻ ആവുക ചെയ്യുന്നത്. പതുക്കെ വിട്ടാ മതി ഈ വണ്ടിയാ, നീങ്ങി ഓടണ്ട. വളവെത്തുമ്പോ പതുക്കെ കൊണ്ടുപോകൂ. ഇവിടെയൊക്കെ നമ്മളൊരു ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. പള്ളിയുടെ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും നോക്കി മറുവശം നോക്കരുത്. വേഗത വേണ്ട, കാലൊന്ന് ബ്രേക്കിൽ കൊണ്ടുപോവാ. എന്നിട്ട് സ്ലോ ചെയ്ത് പതുക്കെ തിരിഞ്ഞ് തിരിഞ്ഞു പോവാ. എത്ര വേണേ സമയം എടുത്തു. സ്ലോ ചെയ്ത് ഇവിടെ മാത്രം നോക്ക്, ഇവിടെ നമ്മുടെ സ്ഥലം മാത്രം നോക്ക്. എന്തിനാ അവരെ നോക്കിയത്? രണ്ടല്ല 50 വണ്ടി വന്നോട്ടെ, ഇത്ര സ്ഥലം മാത്രം നോക്ക്. നമ്മുടെ സ്വന്തം സൈഡ് മാത്രം നോക്കിപ്പോ. തീവണ്ടി വന്നാലും നമ്മൾ നമ്മുടെ സൈഡിൽ കൂടെ പോയാ പോരെ? എന്തിനാ അവരുടെ സൈഡിലേക്ക് പോവാതിരുന്നാ പോരെ? ഇവിടെ സ്ഥലമുണ്ടോ, ഇവിടെ കൂടെ പോയിക്കോണം. ഇനി ഇവിടെ സ്ഥലമില്ലേ, പോവണ്ട, നിർത്തിക്കോ, അപ്പൊ പ്രശ്നമില്ല. ഇവിടെ സ്ഥലമുണ്ടാ, അപ്പൊ എന്ത് ചെയ്യണം? അപ്പോൾ ഓടിപ്പോവാനല്ലേ നോക്കിയ, അപ്പൊ കാലെവിടെ വരണമായിരുന്നു. ശ്വാസം പിടിച്ചു വെച്ചാൽ നമ്മള് തലച്ചോറ് വർക്ക് ചെയ്യത്തില്ല, ഫ്രീ ആയിട്ടിരിക്കും. ഈ വണ്ടി ഏതാണ്? ഉണ്ടായിട്ടാണോ? ഫ്രണ്ട് നോക്ക്, ഇവിടെ മാത്രം, നമ്മുടെ സൈഡ് മാത്രം നോക്ക്. ഇത്രയ്ക്ക് ഇവിടെ സ്ഥലം ഉണ്ടാ, അപ്പൊ വേഗത കൂടെ കുറയ്ക്കും. മറവ് വരുമ്പോ കാൽ ആക്സിലേറ്ററെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പോഴും ഇതാ ബ്ലാങ്ക് ആയിട്ടിരിക്കുക. ആ കയറ്റം മനസ്സിൽ കൊണ്ടുവന്നു, ആ ഇടുങ്ങിയ പാലം ശരിയല്ല? ആ, അതാണ് ആ ലെഫ്റ്റ് തിരിഞ്ഞത് വണ്ടി. എന്റെ പുറകെ ഇരുന്ന് ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാണ്ടാ. പതുക്കെ പോയാ മതി, ഒരു ധൃതിയും ഇല്ല. അയാൾ കയറി ഇറങ്ങിയിട്ട് സമാധാനമായിട്ട് അവിടെ ചെന്ന് കയറിയാൽ മതി. ഇനി ആരെങ്കിലും ഉണ്ടാ? പതുക്കെ പോയിക്കൂടെ? പതുക്കെ നീങ്ങ്. ഇനി ആര് വരുന്നു എന്ന് പ്രതീക്ഷിക്കുക. ഇനി നമ്മൾ കടന്നിട്ടേ ആരും കടക്കുള്ളൂ. പോട്ടെ പോട്ടെ, പതുക്കെ മതി. വണ്ടി അങ്ങോട്ടാ വരണ്ട, ഇങ്ങോട്ട്. റോഡ് ഇവിടെയാ. എത്തി നോക്കുക. ഇതാ ബലം പിടിക്കാൻ എത്താ, ബ്രേക്കേ പോകാല്. കാഴ്ച കുറയുമ്പോ ബ്രേക്കേല് കൊണ്ടുവന്നു വണ്ടിയാ. എന്നിട്ട് പതുക്കെ പതുക്കെ പോയിക്കോ. ഞാൻ ആരോടായി പറയുന്നത്? ടെൻഷൻ അടിച്ചിരിക്കുക, ശരിക്കും ടെൻഷൻ ആവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോഴും കൈ മുറുക്കി അതെ പിടിച്ച് ബലത്തിലിരിക്കുക സ്റ്റിയറിംഗില്. ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ അവിടെ നിന്ന് ഇവിടം വരെ ഓടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ ഇച്ചിരി കൂടെ കൂളായിട്ടിരുന്നാലോ? നോക്കിക്കേ, കാലെവിടെ വരണം. ഇപ്പോഴും കണ്ട ആ ഓട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. നോക്കിയിട്ട് മരവിച്ചിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും. ഇപ്പോഴും ആക്സിലേറ്ററിലേക്ക് എടുത്ത് ഓടിപ്പോവാനാ നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഡ്രൈവർ അല്ല.
നമുക്ക് നിരങ്ങിപ്പോയാൽ മതി വണ്ടിയും കൊണ്ട്. താക്കി നേരെ റോഡ് കിട്ടുമ്പോൾ മാത്രം ഇതിനെ ഓടിച്ചു കൊണ്ടുപോകാൻ നോക്ക്. വളവും തിരിവും അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ബ്രേക്ക് ചെയ്യൽ വണ്ടിയെ പതുക്കെ കൊണ്ടുപോകാൻ നോക്ക്. ഇപ്പൊ നോക്കി അവിടം വരെ നമുക്ക് നീങ്ങാം. അപ്പൊ പതുക്കെ ഒന്ന് ആക്സിലേറ്ററിൽ പോവാം. കണ്ടാ? എന്നിട്ട് വണ്ടി എങ്ങോട്ട് മാറ്റണമെന്ന് നോക്ക്. ഇപ്പോഴും മാറിയിട്ടില്ല, ശരീരം അനങ്ങുന്നില്ല. മുഖം മാറിയാണ്ട, ഇങ്ങനെ പിടിച്ചാണ്ട, ഫ്രീ ആയിട്ടിരിക്കും, ബലം പിടിക്കാതെ കയ്യിൽ നോക്ക്. വണ്ടി എങ്ങോട്ടാ മാറണ്ടേ ഒക്കെ കൊണ്ടുപോവാം. വന്ന വേണ്ട, നിവർത്തി എടുക്ക്. ഇവളും കറങ്ങുക. ഇനി നീങ്ങിക്കൂടെ? പതുക്കെ നീങ്ങിയാ മതി, ഒരു സ്പീഡും വേണ്ട. ഫോൺ അടിച്ചോട്ടെ പുറകിന്ന്. നോക്കി നമ്മള് മാറിക്കൊടുക്കാതെ അവനൊന്നും ഓടിക്കേറത്തില്ല. മരവിച്ചിരിക്കാത്ത എന്തിനാ ഇവിടെ നോക്കുന്നത്? ഇത്ര നേരം അവിടെ നോക്കുന്നില്ലായിരുന്നല്ലോ. സ്റ്റിയറിംഗ് നേരെയാണെന്ന് അറിയാം. ആ കൈ കണ്ട മുറുക്കി ഇങ്ങനെ ഇറുക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പുറത്തെ കൈ. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ഈ മുഴ കണ്ട, ഇതാണ് ഈ വിരല് വെക്കാനുള്ള സ്ഥലം. ഫ്രണ്ട് നോക്കതേ, നോക്കാതെ തന്നെ അറിയാം എത്ര തിരിച്ചതെന്നും എങ്ങോട്ടാ വണ്ടി പോകുന്നതെന്നും ഇവിടെ നോക്കിയാൽ അറിയാം. നോക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഭാഗം വരണം. കണ്ടാ? ഇതിനെ നോക്കി നമ്മൾ വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് പോകണമെങ്കിലും. അല്ല സ്റ്റിയറിങ്ങിനെ നോക്കിയിട്ടല്ല, റോഡിന്റെ നമുക്ക് പോകേണ്ട വഴിയിലേക്ക് ഈ നടുക്ക് ഈ ഒരു ഭാഗം കൊണ്ടുവരണം. അയാളെ അല്ല എടുത്ത് തലേ വെക്കേണ്ടത്, നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കും. കാലവിടെ വരണം. എന്നിട്ട് നമ്മുടെ സ്ഥലം മാത്രം നോക്ക്, പോകാനുള്ള സ്ഥലമുണ്ടോ? കണ്ടാ? ഇനിയും പോകാനുള്ള സ്ഥലമുണ്ടോ? അവിടെ ആക്സിലേറ്റർ വേണ്ട, കാലിപ്പോ ആക്സിലേറ്ററിലാണ് വെച്ചിരിക്കുന്നത്. വച്ചാൽ അറിയാതെ ചവിട്ടി താത്തു. ബ്രേക്കേ വന്ന കാല എന്നിട്ട് കൊണ്ടുപോയതാ. ടെൻഷൻ അടിച്ച് എന്തുപറ്റെന്നറിയാം, ഒരൊറ്റ ചവിട്ട് അതേ കൊടുക്കും ആക്സിലേറ്ററിൽ. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും അയാളെ നോക്കി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. അയാൾ നമ്മളെ കാണുന്നുണ്ട്, അയാളും ഇത്തിരി മാറട്ടെ, നമ്മൾ സ്പീഡ് കുറച്ചു കൊടുത്തേര്. എതിരെ എന്തെങ്കിലും വന്നാൽ പേടിക്കരുത്, വേഗത അങ്ങ് കുറച്ചേക്ക്, നല്ലപോലെ കുറയ്ക്കും. അല്ല ഇങ്ങനെ മാറണ്ട, വേഗത കുറയ്ക്കും നല്ലപോലെ. പിന്നെ കാല് ആക്സിലേറ്ററിൽ പോയി. തടസ്സമുള്ളപ്പോ സ്പീഡ് വേണ്ട, കാല് ബ്രേക്കിൽ തന്നെ വെച്ചോ. ഇപ്പോഴും തടസ്സമല്ലേ ഇതാ എവിടെയാ കാല് വെച്ചിരിക്കുന്നത്? ബ്രേക്കേ കാല് പോയി. എന്നിട്ട് വണ്ടിയെ നിയന്ത്രിക്കാതെ നിരങ്ങി കൊണ്ടുപോയതിന് കുറെ കൂടെ പതുക്കെ വേണേ കൊണ്ടുപോയിക്കോ. താക്കി കംഫർട്ട് ആകുന്ന രീതിയിൽ കൊണ്ടുപോയിക്കോ. അതിന് ഓടണ്ടെന്നേ, ഇപ്പോഴും ഓടാൻ ശ്രമിക്കണ്ട. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിരങ്ങി അവിടം വരെ ചെല്ല്. ഓടണ്ട, ഓടി മാറണ്ട. തിരക്ക് തന്നെ അല്ലേ, ഓടണ? വേണ്ട, നിരങ്ങിക്കൂ. ലെഫ്റ്റ് പോയാൽ ഹൈവേ പോവും. റൈറ്റ് ഇൻഡിക്കേറ്റർ എടുത്താ. കാല് ബലം പിടിക്കല്ലേ, ബ്രേക്കാല് പോവാ. നിർത്തിയില്ല. പതുക്കെ അനങ്ങിച്ചിരി മുന്നോട്ട്. പതുക്കെ മതി. ബ്രേക്കിൽ തന്നെ വാ. പതുക്കെ റൈറ്റ് തിരിച്ചോണ്ടിരിക്കുക. ബ്രേക്കിൽ വാ. പിന്നെ പതുക്കെ അനങ്ങട്ടെ, ചുമ്മാതിരിക്കുക. ഇപ്പൊ വീണ്ടും പതുക്കെ അനങ്ങട്ടെ, തിരിക്കരുത്. ഇപ്പൊ തിരിച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ മുൻവശം നോക്കിക്കോ, പതുക്കെ വിട്ടുകൊടുത്തേ. കണ്ട തിരിഞ്ഞു വരുന്ന കണ്ട, പിന്നെയും തിരിച്ചാൽ എന്ത് പറ്റും? പതുക്കെ നിക്കട്ടെ, നിർത്ത്. നോക്ക്, ആ സൈഡ് ഓക്കെയാ. ഇവിടെ വണ്ടി ഉണ്ടോ നോക്ക്. പതുക്കെ നീങ്ങട്ടെ.
മുൻവശം നോക്ക്, വണ്ടിയുടെ മുൻവശം മാത്രം നോക്കിയിരിക്കും. തിരിഞ്ഞു വരുന്നുണ്ട്, ഇനി തിരിക്കണ്ട, തിരിഞ്ഞു വരുന്നത് കണ്ട, പിന്നെയും തിരിച്ചാ പിന്നെയും സൈഡിൽ പോകും. ഇത് ഇവിടെ നോക്കി നേരെയാക്കി എടുക്ക്. കുറേശ്ശെ പതുക്കെ നീങ്ങിയാ മതി. ആ, വട്ടം കറക്കരുത് എടുത്ത്, നമ്മൾ പതുക്കെയാ നീങ്ങുന്നത്.